കൊച്ചിയിലെ അങ്കണവാടിയിൽ 3.5 വയസ്സുകാരിക്കു നേരെ ലൈംഗികാതിക്രമം. കൊച്ചി സ്വദേശി കാശിനാഥൻ എന്ന 20-കാരനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ആലുവയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പിടിയിലാകുന്നത്. ഈ കുഞ്ഞ് വീട്ടിൽ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതോടെയാണ് മാതാപിതാക്കൾ വിവരമറിഞ്ഞതും പോലീസിൽ പരാതിയായി എത്തുന്നതും. നിങ്ങൾ ഈ വാർത്ത ഇന്നലെ ന്യൂസിൽ കണ്ടു കാണുമല്ലേ? കൊച്ചിയിലെ അംഗനവാടിയിൽ ഏകദേശം 3.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊടി കുഞ്ഞിന് നേരെയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായത്. ആ അംഗനവാടിയിലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു യുവാവാണ് 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നു. കുട്ടി വീട്ടിൽ ചെന്ന സമയത്ത് കുട്ടിയുടെ രഹസ്യ ഭാഗങ്ങളിൽ വേദന ഉണ്ട് എന്ന് പറയുകയും വീട്ടുകാരത് പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുള്ളതായിട്ട് വീട്ടുകാർ അറിഞ്ഞ് പോലീസിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തത്. അപ്പം ഈ ഒരു വാർത്ത കേട്ട സമയത്ത് നമ്മൾ എല്ലാവരും വിചാരിച്ചു, എന്തിനാണ് ഈ 20 വയസ്സുകാരൻ അവിടെ വന്നത്, വരേണ്ട കാര്യം എന്താണ്, അങ്ങനെ വെളിയിൽ നിന്നുള്ളവരെ ഇതിൻ്റെ അകത്ത് കയറ്റാവോ, അങ്ങനെ കയറ്റരുതെന്ന് നിയമമുണ്ടല്ലോ, എന്നിട്ട് ഈ ടീച്ചർമാരെന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ടീച്ചേഴ്സ് ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ്, അവർ ആ സമയത്ത് ചത്ത് കിടക്കുമായിരുന്നോ അതോ എവിടെയെങ്കിലും പോയതായിരുന്നോ, ഇവർക്ക് ഇവർ ഉറങ്ങിക്കിടക്കുമായിരുന്നു, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. നിങ്ങളെപ്പോലെ തന്നെ ഇതുപോലുള്ള ചോദ്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വാർത്തയിലാണ് അതിനെല്ലാം ഒരു ക്ലാരിറ്റി കിട്ടിയത്. കാരണം അവിടുത്തെ ആ ടീച്ചറിന്റെ മകനാണ് ഈ 20 വയസ്സുകാരൻ എന്ന് പറഞ്ഞാൽ. അവന്റെ പേര് കാശിനാഥൻ എന്നാണ്. ദൈവങ്ങളുടെ പേര് വിട്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ വരെ പിച്ച് ചീന്താൻ നടക്കുന്നവൻ. ഇവനെയൊക്കെ പോലീസ് പിടിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ എന്തിനാണ് ഇങ്ങനത്തെ പ്രകസനം കാണിക്കുന്നത്? പെട്ടെന്ന് തന്നെ ഇങ്ങനെ അലിഗേഷൻ ഉണ്ടാകുന്നു, പെട്ടെന്ന് തന്നെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ടും തീറ്റി പോറ്റി വളർത്തി ഇതിലും വലിയ ക്രിമിനലാക്കി വെളിയിലോട്ട് വിടുന്നു, പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടുന്നു. അപ്പം ഇതൊക്കെ ഒരു പ്രകസനം മാത്രമാണ്. കാരണം ഇപ്പൊ ജയിലിൽ പോകുക അല്ലെങ്കിൽ അവിടെ വർഷങ്ങളോളം കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെയോ ടൂർ പോകുന്ന രീതിയിലാണ് ആളുകൾ കാണുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പം കയ്യിൽ അവർക്ക് ജീവിക്കാനുള്ള വരുമാനം വരെയാണ് കിട്ടുന്നത്. അപ്പൊ പിന്നെ ജയിലിൽ പോകുക എന്ന് പറയുന്നത് ഏതോ ഒരു സുഖവാസ കേന്ദ്രത്തിലോട്ട് പോകുന്നത് പോലെയാണ്. അതുകൊണ്ട് ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടുവരുന്നത്. അതുപോലെ ഈ ഒരു വാർത്ത കണ്ട സമയത്ത് ടീച്ചേഴ്സിനെ സസ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് ഇനി ഒരിടത്തും ജോലി ചെയ്യാത്ത രീതിയിലാക്കി എന്നൊക്കെ മന്ത്രിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആളുകളും അങ്ങനെ തന്നെയാണ് പ്രതിഷേധിക്കുന്നത്. കാരണം ഒരു അംഗൻവാടിയിൽ ഒരു ടീച്ചറും ഉണ്ട്, ഒരു ഹെൽപ്പറും ഉണ്ട്. ഈ രണ്ടുപേരും ആ ഒരു സമയത്ത്, അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഒരു ഹോളും കാണും, ഒരു അടുക്കളയും കാണും, പിന്നെ അവരുടെ ആ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണും, പിന്നെ വെളിയിലായിട്ടോ അല്ലെങ്കിൽ അകത്ത് തന്നെ ഒരു ബാത്റൂമും കാണും. ഇത് ഇത്രയും മാത്രമുള്ള ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞിന് അംഗൻവാടിയിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 5-6 പിള്ളേർ, അല്ലെങ്കിൽ ഒരു കൂടിപ്പോയ ഒരു 10 പിള്ളേർ, അത്രയും പിള്ളേരെ പോലും ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞങ്ങളുടെയൊക്കെ ഇവിടെയുള്ള അംഗൻവാടിയിൽ 3-4 പിള്ളേരൊക്കെയാണ് കാണുന്നത്, കൂടിപ്പോയ 6 പിള്ളേർ. അപ്പം അത്രയും പിള്ളേരെ പോലും ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടീച്ചേഴ്സിന്റെ ആയുടെയും ആവശ്യം എന്താണ് അവിടെ? അതുപോലെ തന്നെ ഈ അംഗൻവാടികളിലൊക്കെ നല്ല സുരക്ഷ ഉറപ്പാക്കണം. ഈ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് നമ്മുടെ മക്കളെ അംഗൻവാടിയിലോട്ടൊക്കെ വിടുന്നത്? അവിടെ ഒരു CCTV ക്യാമറ, മറ്റുള്ളതെല്ലാം ഇപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ തട്ടിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ ബലിയൊക്കെ കൊടുക്കാനായിട്ട് കൊണ്ടുപോവുക. അപ്പൊ ഇപ്പൊ തന്നെ കണ്ടില്ല, ആന്ധ്രയിൽ ഒരു കൊച്ചിനെ കാണാതായിട്ട് 10-16 ദിവസമായി. ഇപ്പത്തെ അവരുടെ സംശയം ഈ ബലിയൊക്കെ കൊടുക്കുന്ന ആളുകൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ബലി അർപ്പിക്കുമല്ലോ, അപ്പം അങ്ങനെ തട്ടിക്കൊണ്ട് പോയ. അപ്പൊ അതുപോലെ തന്നെ ഈ അംഗൻവാടികളിലെ കുട്ടികൾക്ക് സുരക്ഷിതത്വം വേണം. അതായത് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ഡേ കെയറിലോ അങ്ങനെ കണ്ട് ഒരു കൊച്ചു ഓടി റോഡിലോട്ട് വരുന്നു, അവിടെ ഉള്ളവരെല്ലാം വായം പൊളിച്ച് നിൽക്കുകയാണ്. അപ്പം ആ കുട്ടികൾ റോഡിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ അവരുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണോ, അപ്പം അവിടെ ഒരു CCTV ക്യാമറ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെല്ലാം ഒരു CCTV ക്യാമറയൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇവൻ വന്നിട്ട് അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ആ ടീച്ചറിന്റെ മകനാണെങ്കിലും വെളിയിൽ നിന്നുള്ള ആരും, അതായത് അംഗൻവാടി തുറന്നു കഴിഞ്ഞാൽ മക്കളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും പേരൻസോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ വന്ന് കൊണ്ടുവരികയും ചെയ്യും. അതുപോലെ തന്നെ ഈ അംഗൻവാടിയിലെ ടീച്ചറും ഹെൽപ്പറും മാത്രം അംഗൻവാടിയിൽ, അതല്ലാതെ വേറെ ആർക്കും തന്നെ, അത് ടീച്ചറിന്റെ മോനായിക്കോട്ടെ മോളായിക്കോട്ടെ ടീച്ചറിന്റെ കെട്ടിയവനായിക്കോട്ടെ, ഒരുത്തർക്കും അങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യവും സത്യം പറഞ്ഞാൽ ഇല്ല. ഞാനും എൻ്റെ മക്കളെ അംഗൻവാടി വിട്ട് തന്നെ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ അതോർക്കുമ്പോൾ ടെൻഷനാണ്. അതായത് അവരിപ്പോൾ പഠിച്ച് 2-3 ആയെങ്കിൽ പോലും കൊച്ചിനോട്, അതായത് നമ്മുടെ മക്കളായിരുന്നെങ്കിലോ എന്നൊരു ചിന്തയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത കേട്ടിട്ട് വരുന്നത്. അംഗൻവാടി ടീച്ചറിന്റെ മകൻ അവിടെ വരാനായിട്ട് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൻ നേരത്തെയും വന്ന് എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. കാരണം ഒരു വട്ടം വന്നിട്ട് അവനെ ഇനി വരരുതെന്ന് വാണിംഗ് ചെയ്തതായിരുന്നു എന്ന്. അപ്പം അവൻ അവിടെ വന്ന് എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ടുള്ളത് കൊണ്ടാണല്ലോ വാണിംഗ് ചെയ്തത്. പിന്നെ വീണ്ടും അവൻ വരാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് ഈ അംഗൻവാടി ടീച്ചർ, ഹെൽപ്പർ ലീവായിരുന്നു കാണുമായിരിക്കും, അല്ലെങ്കിൽ ഈ അംഗൻവാടി ടീച്ചർക്ക് വെളിയിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. ഈ അംഗൻവാടി ടീച്ചേഴ്സിനൊക്കെ എപ്പോഴും ഓരോ മീറ്റിംഗ് ആണ് ഈ പഞ്ചായത്തുകളിലും ഒക്കെ. അപ്പോൾ അവർക്ക് അവിടെ പോകണം. ഹെൽപ്പറാണ് മെയിനായിട്ട് ഇവരെ നോക്കുന്നത്. ഹെൽപ്പറിന് ഫുഡും ഉണ്ടാക്കണം, ഇവരെ നോക്കുകയും ചെയ്യണം. എന്തിനാണ് ഇതിന് മാത്രം മീറ്റിംഗ്? അതൊക്കെ അവധി ദിവസങ്ങളിലൊക്കെ വെച്ചാൽ പോരെ? ഈ കുട്ടികളെ, കുഞ്ഞു കുട്ടികളല്ലേ, അവരെ ശ്രദ്ധിക്കണ്ടേ? അപ്പം അതുമല്ല, ഇപ്പോൾ ഈ ഫോൺ വഴി മീറ്റിംഗ് വെക്കാൻ
പറയാം, എല്ലാം ചെയ്യാം. ഇവർ നേരിട്ട് എഴുന്നള്ളി പോകേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പം അത് പഞ്ചായത്തുകാർ ശ്രദ്ധിക്കണം. അതായത് ഓരോരോ മീറ്റിംഗ് വെക്കുമ്പോൾ അംഗൻവാടി ടീച്ചേഴ്സ് വരണം, അങ്ങനെയുള്ള നിബന്ധനകൾ വെക്കുമ്പം ആ കുഞ്ഞുങ്ങളെ അപ്പം ആര് നോക്കും? അങ്ങനെയുള്ളൊരു കാര്യം കൂടെ. ഇവർക്ക് ഇപ്പം അവിടുത്തെ ഹെൽപ്പറിന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകണം, അതുപോലെ തന്നെ പാല് കാച്ചാൻ പോകണം, മുട്ട പുഴുങ്ങാൻ പോകണം, കഞ്ഞി വെക്കാൻ പോകണം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പം അംഗൻവാടി ടീച്ചർ വേണം ഈ കുട്ടികൾക്ക് അക്ഷരങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടേ, സ്ലേറ്റിലൊക്കെ വല്ല എഴുതി പഠിപ്പിച്ചിട്ട് വേണ്ടേ. അപ്പം അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാനോ ഒക്കെ ഈ മെയിനായിട്ടുള്ള ടീച്ചർ വേണം നോക്കാൻ. അപ്പം ഈ ടീച്ചറിൻ്റെ മകന് എനിക്ക് തോന്നുന്നത് ഇവർക്ക് വെളിയിലെങ്ങാനും പോകാൻ വേണ്ടി കുറച്ച് നേരം വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞു കാണും. അവിടെ ആരും ഇല്ലാത്ത തക്കം നോക്കി ഇവൻ ഇങ്ങനത്തെ പരിപാടിയും ചെയ്തു. ആ കൊച്ചത് വീട്ടിൽ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവൻ ഒന്ന് ചെയ്തു. ഇനിയും വീണ്ടും വീണ്ടും വന്ന് ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ഇപ്പം ആ കൊച്ചിനെ മുറിവേൽപ്പിച്ചത് എങ്ങാണ്ടേ ഉള്ളെന്നാണ് പറയുന്നത്. ഇവൻ ഇനിയും വന്നിട്ട് ആ മക്കളെ പീഡിപ്പിക്കത്തില്ലായിരുന്നു എന്താണ് ഉറപ്പുള്ളത്? അപ്പം അതുപോലെ തന്നെ വേറൊരാളെ ഒരിക്കലും എന്തിനാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത്? എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പം അംഗൻവാടിയിലൊക്കെ ഇവർക്ക് ഒന്ന് വെളിയിലൊക്കെ പോകണമെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ളവരെയോ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ടൊക്കെ പോകാന്നൊക്കെ പറയാൻ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ വെള്ളമില്ലാത്ത സമയങ്ങളിൽ വെള്ളം കോരാൻ പോകുന്നത് പോലും ഒരാളെ അവിടെ ഇരുത്തിയിട്ട് പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളുടെ അമ്മയെ തന്നെ 1 മിനിറ്റ് ഇവിടെ ഇരിക്കണം, ഞാൻ അവിടെ പോയി വെള്ളം കോരിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി വെള്ളം കോരുന്നവരുണ്ട്. അപ്പം നമ്മുടെ അംഗൻവാടികളിൽ ഇങ്ങനെയുള്ള ടീച്ചർമാർക്കൊന്നും വെളിയിലോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതായത് വെള്ളം അതുപോലെയുള്ള മറ്റ് സാധനങ്ങളെല്ലാം അവിടെ തന്നെ കിട്ടുന്ന രീതിയിലാക്കുക. അതുപോലെ ഈ അംഗൻവാടിയിലെ ജനലുകൾ അങ്ങനെയുള്ളതൊക്കെ ചിലപ്പം പൊട്ടിയൊക്കെ കിടക്കുമായിരിക്കും. ഈ വഴിയൊക്കെയാണ് വല്ല പാമ്പും ചേമ്പൊക്കെ വന്ന് ഇപ്പം എത്ര അംഗൻവാടിയിലൊക്കെ പാമ്പ് കയറി എന്നൊക്കെ പറഞ്ഞോടും. അത് മൂർഖനെ പോലെയുള്ള പാമ്പുകളൊക്കെ കയറി എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളാണ്, അവർക്ക് അറിയത്തില്ല. ഇതിനെയൊക്കെ കണ്ടാൽ അവർ പോയി പിടിക്കും. പാറ്റാനെയും പല്ലിനെയൊക്കെ പിടിക്കുന്നത് പോലെ അവർ പോയി പിടിക്കത്തില്ലെന്ന് എന്ത് കണ്ടു? അപ്പോൾ അവിടുത്തെ ആ ജനലും വാതിലും അവിടുത്തെ കുട്ടികളുടെ സെക്യൂരിറ്റി ഉറപ്പാക്കുക. പറ്റുമെങ്കിൽ പേരൻസ് അഭിപ്രായപ്പെടുക, അതല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും നിവേദനങ്ങൾ കാര്യങ്ങൾ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും എല്ലാ അംഗൻവാടിയിലും CCTV ക്യാമറ വരുന്ന രീതിയിൽ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുക. വേറെ ആരും തന്നെ അംഗൻവാടിയിൽ വരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പം കണ്ടില്ലേ, കാശിനാഥൻ എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പേര് വിട്ടുകൊണ്ട് നടക്കുന്ന ഒരു നികൃഷ്ട ജന്മം എന്ന് വേണം പറയാനായിട്ട്. നിനക്ക് ഇനി വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? നിന്റെ കൂട്ടുകാരൻ നിന്നോട് കൂട്ടുകൂടുവോ? നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുമോ? അതുപോലെ സത്യം പറഞ്ഞാൽ ഇവനൊക്കെ ലഹരിക്ക് അടിമയായിരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും ഒരു പിഞ്ചു കുഞ്ഞിനോട് 3 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതിനു മുമ്പ് ഏതെങ്കിലും കുഞ്ഞുങ്ങളെ ഇവൻ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇവനൊക്കെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. പക്ഷേ നമ്മുടെ നിയമം ഒരു തോൽവിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ നിയമ സംവിധാനത്തെ നമ്മൾ കുറ്റം പറയല്ല. കാരണം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും നമുക്കിപ്പോൾ അത്ഭുതമൊന്നും ഇല്ല. ആണോ? അങ്ങനെ ഉണ്ടായോ? ഒരു ന്യൂസ് കാണുമ്പോൾ നമുക്കൊരു ഞെട്ടലൊന്നും ഇല്ല. കാരണം ഇതും ഇതിൻ്റെ അപ്പുറവും നമുക്കിനി വരുന്ന നാളുകളിൽ കേൾക്കണം എന്ന് കരുതി നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം അത്രയും നമ്മുടെ നാട് നശിച്ചു. കാരണം നിയമ സംവിധാനത്തിൻ്റെ തോൽവി കൊണ്ട് മാത്രം നശിച്ചു, നമ്മുടെ നാട് നശിച്ചു എന്ന് വേണം പറയാനായിട്ട്. അതായത് എല്ലാ തെളിവുകളോടും കൂടെ ഒരു വലിയൊരു ക്രിമിനലിനെ പിടിച്ചാൽ പോലും അവന് അതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ശിക്ഷയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ജയിലിലിട്ട് തീറ്റിപ്പോറ്റി കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എത്ര പേരെ നമ്മുടെ നാട്ടിൽ എന്തോരം വലിയ ക്രൂരകൃത്യങ്ങൾ നടക്കുന്നു. ഇവനെയൊക്കെ നിമിഷ നേരം കൊണ്ട് തല്ലിക്കൊല്ലുക വേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്രയും ക്രൂരകൃത്യം നടന്നവരെ പോലും വെറുതെ വിട്ടിട്ടുള്ളവരുണ്ട്. എത്ര പേരെ തൂക്കിക്കൊന്നിട്ടുണ്ട്? അത് കയ്യിൽ വിരലിലെണ്ണാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ തൂക്കിക്കൊന്നിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലെ കൊലപാതകങ്ങളും റേപ്പ് കേസുകളും അല്ലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലക്ഷക്കണക്കിനാണ്. നമുക്ക് അങ്ങനെയുള്ള കേസുകൾ ലക്ഷക്കണക്കിനാണ്. നമുക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന അത്രയും പോലും കേസുകളല്ല നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അംഗൻവാടി എന്ന് പറയുന്നത് ഒരു പരദൂഷണ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. വരുന്നവരോടും പോകുന്നവരോടും എല്ലാം അവരുടെ കുശലാന്വേഷണങ്ങൾ നടത്തുന്നു. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ, ബന്ധുക്കളുടെ കാര്യങ്ങൾ ചോദിക്കുന്നു. പിന്നെ ഈ ഹെൽപ്പറും ടീച്ചറും കൂടെ ഇരുന്ന് അത് സംസാരിക്കുന്നു. പിന്നെ അടുത്ത പേരന്റ് വരുമ്പോൾ അവരോട് സംസാരിക്കുന്നു. ഈ കുട്ടികളെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകാനോ ഒന്നും ഇവർക്ക് സമയമില്ല. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് നേരെ അബ്യൂസ് ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ട വാർത്തയാണ്. ഈ കുട്ടി അംഗൻവാടിയിലൊക്കെ പോകുന്ന കുട്ടിയാണ്. 1 വർഷത്തോളം 2 വർഷത്തോളം ആ കൊച്ചിന് 1 വർഷത്തോളം അവരുടെ അമ്മാവൻ ആ കൊച്ചിനെ പീഡിപ്പിച്ചിട്ട് ഈ അംഗൻവാടി ടീച്ചർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ആ കൊച്ചിന്റെ അമ്മയോ ശ്രദ്ധിച്ചില്ല, അവർക്ക് അതിനുള്ള സമയമില്ല. പക്ഷേ അംഗൻവാടി ടീച്ചറെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ കൊച്ചിന്റെ ജീവൻ ഇന്ന് നിലനിന്നേനെ. കാരണം നമുക്കറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല ക്ലാസ്സുകളൊക്കെ അംഗൻവാടിയിൽ കുഞ്ഞിലേ തൊട്ടേ നമുക്കത് ചോദിച്ചറിയാനും ഒക്കെ പറ്റും. പക്ഷെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊന്നും ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ ഒന്ന് കൂടെ പോകാൻ പോലും മനസ്സിലാത്ത ടീച്ചേഴ്സ് ഉണ്ട്. നിങ്ങളുടെ അവിടെയുള്ള അംഗൻവാടികളൊക്കെ എങ്ങനെയാണ്? നല്ല സെക്യൂരിറ്റി ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങളുടെ മക്കളെ സ്കൂളിൽ വിടാൻ പറ്റുന്ന രീതിയിലുള്ള അംഗൻവാടികൾ
ആളുകളാണോ നിങ്ങളുടെ അടുത്തുള്ളത്? അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.